പച്ചക്കള്ളവലാന്ന് പറഞ്ഞ ഈ ഈ ചെറ്റൻ ദാസകേമ നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് വാട്സപ്പോൾ അവൈലബിൾ അല്ല. വോയിസ് കേട്ടാൽ ഞാൻ ഈ വോയിസ് ഒന്നും ഞാൻ കേൾക്കത്തില്ല. ചിലപ്പോൾ കേട്ടെന്ന് വരുത്തി തിരിഞ്ഞ് ഞാൻ ലൈക്ക് ഇടും. ഇതാണ് കാര്യം. അതിനൊന്നും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. തീർത്താത്തയുടെ കൊട്ടേഷൻ വിട്ട് എന്നെ എന്തോ കരുതിക്കുട്ടി ഇവരെല്ലാം ചതിച്ചിട്ട് തീർത്താത്തക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ, അതായത് എന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തി. എനിക്ക് ഡ്രസ് എടുത്തത് ഞാൻ ഇട്ട് കംഫർട്ടബിൾ ആണെന്ന് ഞാൻ എന്തായാലും കംഫർട്ടബിൾ ആണോ നോക്കി ഫോട്ടോ എടുക്കും. കാരണം ഇപ്പൊ എനിക്ക് കംഫർട്ടബിൾ അല്ല കേട്ടോ. ഇവരെ സീൻ പറയുന്നില്ല. ഇവർ അവരന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടല്ല. ഇവന്മാർ എന്നെ കൊന്ന് കുളിച്ചു മൂടിയാണ് റിസോർട്ടിൽ അരങ്ങേറിയത്. ഷെഫീന ബീവി എന്ന് പറയുന്നത് അതായത് ഈ തീർത്താത്തക്ക് കൊടുക്കാനുള്ള തെളിവുകളായിരുന്നു ഇതെന്ന് എനിക്ക് മനസ്സിലാക്കാം. കുഞ്ഞ് ഡ്രസ് ഇട്ടുകൊണ്ട് ഇങ്ങനെ എടുക്കണം, പിള്ളേരെ എടുക്കുന്ന പോലെ ഇയാൾ എന്നെ എടുക്കണം. ഞാൻ നടക്കട്ടെ. പുറമെ എന്നോട് വന്നിട്ട് അയാളുടെ പേര് എനിക്കറിയില്ല. പുറകിൽ നിന്നുള്ള ആംഗിൾ വെക്കുന്നത് രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പച്ചയുടെ കാല് കവച്ച് വെച്ച് എനിക്ക് നിങ്ങളെ എടുക്കാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. ഇവർ ഈ പറയുന്ന ഇവരല്ലെങ്കിൽ തെളിവ് കൊണ്ടിട്ട് ഒരു സിഗരറ്റ് വെച്ചില്ല, മദ്യം കഴിച്ചിട്ടില്ല. ഞാൻ മദ്യം കഴിക്കുന്നത് ഞാൻ ആകെ കഴിക്കുന്ന വല്ലപ്പോഴാണ്. എന്റെ കുടുംബക്കാർ കസിൻസിനോടൊപ്പം വല്ല ക്രിസ്മസിന് കഴിക്കുക, അല്ലെങ്കിൽ ദുബായിൽ വല്ലതും പോകുമ്പോഴത്തേനും ഞാൻ കഴിക്കുന്നതല്ല. എനിക്കിത് ആരും ബോധിപ്പിക്കേണ്ടതല്ല. പക്ഷേ ഞാൻ അന്നത്തെ ദിവസം മദ്യം കഴിച്ചിട്ട് അഭിനയിച്ചിട്ട് ഇയാളെ പിടിച്ച് ദേഹത്തോട് ചേർത്തിട്ട് ഉമ്മ വെക്കണം. ഇയാളെ ഇങ്ങനെ തലയിലെ മുടി അഴിക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തക്ക ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം. ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുകയാണ് ലിപ് ലോക്ക് ചെയ്യും. എനിക്ക് കുഴപ്പമില്ലല്ലോ. പല ഫോൺ സൈറ്റിൽ വിടാനായിരുന്നു എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ അന്ന് കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം വിട്ട് അവൻ എന്നെ കവച്ചെടുക്കണം, എന്നിട്ട് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. പിന്നെ ബേബി ഓരോരുത്തടുത്ത് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് എനിക്കെതിരെ. പലപ്പോഴും ഞാൻ പേടിച്ചു പോയി. പക്ഷേ എനിക്കൊരു ഉള്ളിലൊരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ ചാടി പോകുന്നത് ഇത്രയും ബഹളം വെച്ച് പറഞ്ഞുകൊണ്ട്. ഇവരിപ്പോൾ ഈ പറഞ്ഞ 8 മീഡിയക്കാർ ഇയാൾ ഈ വിപിൻ എന്ന് പറയും തെണ്ടി വിളിച്ചിട്ടാണ് അവർ വന്നത്. ഇവർ വന്നില്ലായിരുന്നു. ഇവർ എന്നെ അവിടെ കൊന്ന് കുളിച്ചു മൂടിയാണെന്ന് ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. ഇവരാണ് ആ ഓൺലൈൻ ചാനലുകാർ. ഇവരുടെ ഓരോരുത്തരുടെയും പേജും കൃത്യമായിട്ട് എടുത്തു വെച്ച് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവാണ്. നിങ്ങൾക്ക് ഇതിന് രക്ഷപ്പെടലല്ലേ വേണ്ടത്. ഇവന്മാരുടെ എല്ലാം ഈ പറയുന്ന ചാനലുകൾ നിങ്ങൾ അൺഫോളോ ചെയ്യുക, നോട്ട് ഇൻട്രസ്റ്റഡ് അടിക്കുക, പോട്ടെ. അതാണ് വേണ്ടത്. ഇവരാണ് ഇവിടെ വഷളാക്കുന്നത്. അവിടെ നടന്നത് എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയാം. അതോടെ കിട്ടെ. നിന്നെ വെച്ചിട്ട് ക്യാരക്ടർ റോൾ ചെയ്യുമെന്ന് വിചാരിച്ചാൽ നീ ഫോൺ നായികയാണ്. കാരണം നീ വടവിറ്റ് ജീവിക്കുന്ന നീ തന്നെ സ്വയം വെളിപ്പെടുത്തിയ ഒരു സ്ത്രീയാണ്. ദാസേട്ടൻ പിടിച്ചാൽ കുഴപ്പമില്ലേ? ദാസേട്ടൻ ഇങ്ങനെ മലന്ന് കിടന്ന് കൊടുക്കുമ്പോൾ ദാസേട്ടൻ കയറി കഴുത്തിനകത്ത് ഉമ്മ വെക്കുകയും പാവാടയുടെ അടിയിൽ ക്യാമറ കൊണ്ട് വെക്കുമ്പോഴും നിനക്ക് ഈ പതിവ്രത തരം ഉണ്ടായിരുന്നില്ല. അവന്മാർ ഇതാ ഓക്കെ. കള്ളി ഷാപ്പിനകത്ത് കിടന്ന് നീ കാണിച്ച കൂത്താട്ടം കണ്ടാൽ നിന്നെ ഫോൺ വീഡിയോ ചെയ്യാൻ്റെ ആളുകൾ വിളിക്കുള്ളൂ. ഇതാണ് വിലക്കിയത്. അവനവന്റെ ആ ഒരു അസ്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയാണെങ്കിൽ പറ്റത്തില്ല. മീഡിയക്കാരുടെ നമ്പർ ഞാൻ ഇതിനകത്ത് ഇട്ടോളാം. ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. അവരെ ആരാണ് കോൺടാക്ട് ചെയ്യണം അവരെ കോൺടാക്ട് ചെയ്തോണേ. ആരാണ് ഇപ്പൊ അയാള് ജസ്റ്റ് ഒന്ന് വിളിച്ചത്. അപ്പൊ ഈ നമസ്തേ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സെയിം രേണുസുതി കണ്ടൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് എങ്ങനെ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പണി തുടങ്ങട്ടെ അല്ലേ. അപ്പോൾ മൂശസ്ത്രീയായ കഥ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അതുപോലെ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ വീണ്ടും രേഷ്മ പി തങ്കച്ചനായി മാറിയിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും അതെന്തോ അങ്ങനെ, ഇത്ര ഉള്ളതേ. അപ്പനും അമ്മയുടെ പേരാണ് രേഷ്മ, അതായത് രേഷ്മ പി തങ്കച്ചൻ അല്ലേ ഒഫീഷ്യൽ നെയിം. ഇടക്കാല ആശ്വാസം പോലെ ഒരു കുറച്ച് കൊല്ലങ്ങൾ സുധി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഭാര്യയായി ജീവിച്ചപ്പോൾ ആൾ ഒന്ന് പരിഷ്കരിച്ചു പേരൊക്കെ. അങ്ങനെ രേഷ്മ പി തങ്കച്ചൻ മാറി രേണു സുധി. അപ്പോൾ ആ പാവം മനുഷ്യനെ ഇവിടെ കൂടുതൽ കഷ്ടപ്പെടുത്തേണ്ടെന്ന് ദൈവം വിചാരിച്ച് വിളിച്ച് കൊണ്ടുപോയി അവിടെ ദൈവത്തിൻ്റെ അരികിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ജീവിക്കണം, ഓക്കെ, നല്ല കാര്യം. 2 മക്കൾക്ക് ജീവിക്കണം, ഉറപ്പായിട്ടും അന്നം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നുള്ളത് എവിടെയാണ്? കിടപ്പാടമാണ്. അതാണെങ്കിലോ വാടക. അപ്പം നമുക്ക് അവിടെയും ഒരു കാര്യങ്ങൾ സെറ്റാക്കണം, തീർച്ചയായിട്ടും സെറ്റാക്കണമെന്നേ. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പണിക്കിറങ്ങണം. അതെ, രേണു പണിക്കിറങ്ങി. പക്ഷേ രേണു പണിക്കിറങ്ങിയപ്പോഴാണ് നമ്മുടെ മലയാളികൾക്ക്, റിയാക്ഷൻ കണ്ടൻറ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക്, എന്നെ പോലെയുള്ളവർക്ക് പലർക്കും പണിയായി തുടങ്ങിയത്. മനസ്സിലായല്ലോ കാര്യങ്ങൾ. അപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്തു? പാവം സുധിച്ചേട്ടൻ്റെ പേരിലാണ് അങ്ങോട്ട് പണി തേടിയിറങ്ങി. പുള്ളിക്കാരി പണിയെടുത്തു തുടങ്ങി. ആട്ടെ, നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുത്തു. പുള്ളിക്കാരി പണി തുടങ്ങി. പിന്നെ പതിയെ എന്ത് ചെയ്തു? നമ്മുടെ സപ്പോർട്ട്, നമ്മൾ കൊടുത്ത സപ്പോർട്ടിങ്ങനെ വലിച്ചിങ്ങി എടുക്കേണ്ട വന്നു. അതാണ് സത്യം. അപ്പം ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങളടുത്ത് പറയുന്നുണ്ടായിരുന്നു. നിങ്ങളത് കീഴുണ്ടാവും. മോളെ രേണു, നീ നിൻ്റെ വാലിൻ്റെ അറ്റത്തുള്ള പേര് മാറ്റേ, എന്നിട്ട് തോന്നിവാസം കാണിക്കേ. അക്ഷരം പ്രതി പുള്ളിക്കാരി അനുസരിച്ചു. സത്യം. പേര് മാറ്റി വീണ്ടും ബാക്ക് ടു നോർമൽ അല്ലേ.
രേഷ്മ പി തങ്കച്ചനിലേക്ക് എത്തി. അതിൻ്റെ അർത്ഥം ഫുൾ ലൈസൻസായി എന്ന്. ഇനി ഒരുത്തരം അല്ലെങ്കിൽ ഒരുത്തി ഇവിടെ സുധിയുടെ പേരും പറഞ്ഞ് എന്നെ ഇനി ത്രട്ടൺ ചെയ്യാൻ വരരുത്. അതാണ് പുള്ളിക്കാരി പേര് മാറ്റേണ്ട ബിഹൈൻഡ് സീൻ. ഓക്കെ, ആയിക്കോട്ടെ, നല്ല കാര്യം. അങ്ങനെ ആ മനുഷ്യന് നിന്നിൽ നിന്ന് മുക്തി കിട്ടിയിരിക്കുന്നു എന്ന് അർത്ഥം. അപ്പം അങ്ങനെയൊന്നും പുള്ളിക്കാരി ലൈൻ വിടുന്ന ലക്ഷണമില്ല. വിടുകയില്ല. എന്തിന് വിടണം? ജീവിക്കണം. അരി തന്നെ പ്രശ്നം. പുള്ളിക്കാരി എന്ത് ചെയ്യും? എടാ, ഇങ്ങനൊന്നും പോയാൽ ശരിയാവില്ല, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എത്തണം. അപ്പം 25,000 രൂപയുടെ ചെരുപ്പ് എവിടെ? ആമസോണിൽ 800 രൂപ കിട്ടുന്ന സാധനം. ആയിക്കോട്ടെ, മോളെ നടക്കട്ടെ. അത് കഴിഞ്ഞ് പുതിയത്. എന്നെ അവർ കൊന്നേനെയും. അവരില്ലായിരുന്നെങ്കിൽ, ആരെ? ഓൺലൈൻ മീഡിയാസുകളില്ലായിരുന്നെങ്കിൽ ഇവരെന്നെ കൊന്നേനെയും. നിങ്ങൾക്കതറിയണം. എൻ്റെ ജീവൻ തന്നെ ഭീഷണിയാണ്. ആര്? ഏതോ ഒരു സംവിധായകൻ ആൽബം ചെയ്യുന്ന പുള്ളിക്കാരെ കൊന്നേനെന്നും പിടിച്ചേനേന്നും പെണ്ണും പിള്ളയും കൂടെ ചേർന്ന് വീഡിയോ എടുത്തു. ആർക്ക് വേണ്ടി? ഷിബീന ബീവി, അതായത് പുള്ളിക്കാരി വിളിക്കുന്ന തീർത്താത്ത, അതന്നെ. പുള്ളിക്കാരിയുടെ കൊട്ടേഷൻ ആയിട്ടെടുത്തു. അങ്ങനെ എടാ, ഇത് എന്ത് കുന്ത്രാണ്ടം. നമ്മളും കയറി നോക്കി. ഇതൊന്നും അറിയണമല്ലോ. ഇങ്ങനെ തെറിച്ച് കിടക്കണം നമ്മുടെ കൊച്ചിനെ കൊല്ലാനാര്? കയറി നോക്കി. പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ചെമ്പരത്തിയുടെ മറ്റേ പ്രൊമോഷന് വേണ്ടിയിട്ട് അവിടെയായിരുന്നു. അറിയാമല്ലോ, അപ്പോൾ അവിടെ വാട്സപ്പ് കോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചലിക്കില്ല. അപ്പം നമ്മൾ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജസ്, ഞാൻ ഭയങ്കര ബിസി ഗേളാണ്. വുമൺ. ഞാൻ ഭയങ്കര ബിസി വുമണാണ്. എനിക്ക് ഒന്നും തന്നെ കേൾക്കാനും പ്രോപ്പർ റിപ്ലൈ കൊടുക്കാനും പറ്റാത്തതിനാൽ ഞാനെല്ലാം ലൈക്ക് അടിച്ചും കൊടുത്തു. അതല്ലാതെ എനിക്കൊന്നും അറിയില്ല. പുള്ളിക്കാരൻ്റെ ആൽബത്തിൻ്റെ സ്റ്റോറി എന്നോട് പറഞ്ഞില്ല. പുള്ളിക്കാരൻ അത് ചെയ്തില്ല. നമ്മുടെ ചെവീനെ ഇട്ടാ വിടുവോ? പുള്ളിക്കാരി ഇങ്ങോട്ട് നിരത്തിയില്ലേ? എന്ത് ഫുള്ള് തെളിവ് പുള്ളിക്കാരി അങ്ങ് നിരത്തി. ഇല്ല, എനിക്ക് അതിനകത്ത് പറയുന്നുണ്ട് സെറ്റ് എന്ന് പുള്ളിക്കാരി എഴുതി വിടുന്നുണ്ട്. എനിക്ക് ട്രയൽ ചെയ്യണം. അങ്ങനെ പുള്ളിക്കാരൻ്റെ സകല വോയിസ് റെക്കോർഡ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആര് മൂഞ്ചി? സുധി മൂഞ്ചി. രേഷ്മ പി തങ്കച്ച മൂഞ്ചി. അത്രയേ ഉള്ളൂ. കാരണം എന്താ? തെളിവ് ഇവിടെ ഉണ്ട്. ഇന്ന് ഇത്രയും ഹൈപ്പ് നിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ തരംഗങ്ങൾ ഒഴുകി നടക്കുന്ന നമ്മുടെ ഈ നാട്, ആൻഡ്രോയിഡ് ഫോണുകൾ ഇങ്ങനെ എല്ലാവരുടെയും കയ്യിൽ സുഫലമായി കിട്ടുന്നത് ഇപ്പോഴാണോ? ഒരു എവിഡൻസൊക്കെ കിട്ടാൻ പാട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാറുണ്ട്. ഇപ്പം ഒന്നും നടക്കില്ല. അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് മോളെ നിൻ്റെ തെറ്റ്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിൻ്റെ വീഡിയോ പിടിച്ച് ഫോൺ സൈറ്റിലിടുക. നീ പറയുന്ന ഒരു കാര്യം, നീ നിൻ്റെ ഡ്രസ്സ് ഇട്ട് നോക്കി കംഫർട്ടാണോ അല്ലയോ എന്ന് വിലയിരുത്തിയിട്ടേ നീ അത് ചെയ്യൂ. എടാ ശരി, അതിനൊക്കെ മുമ്പേ നീ ഒരു ആൽബം അഭിനയിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ സ്റ്റോറി അറിഞ്ഞിരിക്കണം. അത് പറഞ്ഞില്ല. ഫസ്റ്റ് സീൻ, സെക്കൻഡ് സീൻ, തേർഡ് സീൻ. എന്തോന്ന് ഫസ്റ്റ് സീൻ? ഇന്ന് വലിയ ബ്രഹ്മാണ്ഡ മൂവിയിൽ അഭിനയിക്കാൻ പോകുന്നോ? അല്ല, സീൻസ് മാത്രം അറിയാനായിട്ട്. അറ്റ്ലീസ്റ്റ് നീ ആക്ട് ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ അറിഞ്ഞിരിക്കണ്ടേ? എന്തുകൊണ്ടറിയുന്നില്ല? ആരുടെ തെറ്റ്? അപ്പോൾ കള്ളങ്ങൾ പറയാം, ലിമിറ്റുണ്ട്. അതിനപ്പുറം ആവരുത്. കാരണം എല്ലാവരും ചോറ് കഴിക്കുന്നവരാണ്. പൊട്ടരാക്കാൻ ഒരുപാടൊന്നും പറ്റത്തില്ല. അപ്പോൾ നീ സീൻ അറിഞ്ഞില്ല, നിൻ്റെ തെറ്റ്, അയാളുടെ അല്ല. അതറിയേണ്ട നിൻ്റെ ജോലിയായിരുന്നു. അയാൾ പറഞ്ഞില്ലെങ്കിൽ ആദ്യം സീൻ എന്തൊക്കെയാണെന്ന് പറയും, അല്ലേ? നിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ആദ്യം ഇത് പറയും, എൻ്റെ അടുത്ത് പറ, എന്നിട്ട് ഞാൻ പണിയെടുക്കാമെന്ന് പറയണമായിരുന്നു. അത് പറയാതെ അങ്ങേര് തുള്ളാൻ പറഞ്ഞപ്പോൾ നീ തുള്ളി, എന്നിട്ട് ഇപ്പം കിടന്ന തൊലിക്കല്ലേ അധികം. 2, നീ പറഞ്ഞു ആ ഡ്രസ്സ് നിനക്ക് കംഫർട്ടില്ല, നീ ആ ഫോട്ടോ എങ്ങും കാണിച്ചിട്ടില്ല. 2, ആ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ നീ കംഫർട്ട് അല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങിപ്പോരണമായിരുന്നു. വേണോ വേണ്ടയോ? ചെയ്തില്ല. 3, രാവിലെ തൊട്ട് നീ അവിടെ ഉണ്ടായിരുന്നു, നിനക്ക് വെള്ളം തന്നില്ല, ചോറ് തന്നില്ല, കഴിക്കാൻ വിശപ്പായിട്ട് നീ ചായ കുടിക്കാൻ പോയിട്ട് വന്നു എന്ന് പറഞ്ഞു. ചായ കുടി എപ്പോഴാ? ഉച്ചയ്ക്കോ രാവിലെ അല്ലല്ലോ, വൈകുന്നേരം. നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ കിടന്ന് പേക്കൂത്ത് കാണിച്ചിട്ട്
വൈകുന്നേരം ചായ കുടിക്കുക. ദഹിക്കുന്നില്ല, ചുറ്റോട്ട് ദഹിക്കുന്നില്ല. അവരുടെ ഭാര്യ നിർബന്ധിച്ചു. ഏത് ഭാര്യയാണ് സ്വന്തം ഭർത്താവിനെ കുലിസിത പണിക്ക് നിർബന്ധിക്കുന്നത്? ഞാനും ഭാര്യയാണ്, 3 പിള്ളേർ തള്ളയാണ്. എൻ്റെ കെട്ടിയാൻ പുറത്തിറങ്ങിയൊരു പെണ്ണ് എന്ന് നോക്കട്ടെ, അടിക്കാൻ കൊടുക്കും. കരണത്തല്ല, അങ്ങനെ തോളത്ത് കുട്ടിയാൻ പറയും. ഭാര്യ പെണ്ണ്, മക്കളും പെൺപിള്ളേരെ ഓർത്തോ. അതുകൊണ്ട് ഒരു ഭാര്യമാരും ഭർത്താക്കന്മാരെ കൊണ്ട് കൂട്ടിക്കൊടുക്കുകയില്ല. അപ്പം മോളെ അത് വേണ്ട. പിന്നെ നിൻ്റെ കുറേ ഓൺലൈൻ മീഡിയാസുമായിട്ടുള്ള നിൻ്റെ ഒരു വർത്തമാനവും നിൻ്റെ ശൈലിയും നിൻ്റെ ഇരിപ്പും രീതിയൊക്കെ നമ്മുടെ താത്ത, നീ വിളിക്കുന്ന ആ ഭാഷ തന്നെ പറയാം, തെറുത്താത്ത ഒന്ന് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ആ തെറുത്താത്ത പറയുന്നുണ്ട് നീ മറ്റേ നായികയാണെന്നുള്ളത്. നീ പറഞ്ഞില്ലേ സൈറ്റ് ഇടുവാണ്. എൻ്റെ പൊന്നു മോളെ, സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ നീ തന്നെ കുറേ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് ഡി കൊച്ചേ. അത്രയും വരുമോ? എനിക്കറിയില്ല. ഇപ്പം നിൻ്റെ വീഡിയോ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് ആ സൈറ്റിൽ കൊണ്ടിടുക എന്ന് പറയുമ്പോൾ നീ ആ ഇൻസ്റ്റാഗ്രാമിൽ കിടന്നുണ്ടാക്കുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ, അത് കൊണ്ടിട്ടാൽ ചിലപ്പോൾ പൈസ കിട്ടിയെന്ന് വരും. എടി നീയായിട്ട് എന്താ പറയുക, നീയായിട്ട് കുറേ വീഡിയോ തരുന്നുണ്ട് നാട്ടുകാർക്ക്. നീയായിട്ട് കുറേ വീഡിയോസ് സൈറ്റിലിടണോ, വാട്സപ്പ് ചാറ്റിൽ ഷെയർ ചെയ്യണോ, ഇൻസ്റ്റാഗ്രാമിലിടണോ, ടെലഗ്രാമിലിടണോ എന്നുള്ള ചോയ്സ് നിങ്ങൾക്ക് കൊടുത്തോണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തോണ്ട് നീ തന്നെ വീഡിയോസ് ഇറക്കുന്നുണ്ട് മോളെ. അപ്പോൾ ഇവർക്കൊക്കെ എന്തിനാ അടി? നിന്നോട് അടിപിടി കൂടിയിട്ട്. പിന്നെ പുക്കിളിന് മേലെ മുന്തിരിങ്ങ. നിൻ്റെ ഫാഷൻ ഷോ അപ്പം നീ കാണിച്ചത് എന്തായിരുന്നു? നിൻ്റെ സബിൽ കാണിക്കുന്നത് അപ്പം നീ എന്താണ്? നിൻ്റെ ദാസപ്പൻ ചേട്ടൻ്റെ കൂടെ മൃജിത്ത് ചേട്ടൻ്റെ കൂടെയൊക്കെ കൂടെ നീ കാണിക്കുന്നത് പിന്നെ എന്താണ്? അപ്പം അവിടെ തേൻമിഠായി, ഇവിടെ മുന്തിരിങ്ങ, അവിടെ മധുരം, ഇവിടെ ഇച്ചിരി പുളി. ഇതാണോ നിൻ്റെ പ്രശ്നം? മനസ്സിലായി കേട്ടോ. അപ്പം പിന്നെ മോളെ, എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ. മര്യാദയ്ക്ക് സുധി മരിച്ചപ്പോൾ വിധവ എന്ന നിൻ്റെ ലേബല് നീ മര്യാദയ്ക്ക് ഉപയോഗിക്കുമായിരുന്നെങ്കിൽ ഇന്ന് നിൻ്റെ ജീവിതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ജീവിതമായിട്ട് മാറിയേനെ. ഇത്രയും കോൺട്രവേഴ്സിയോ, ഇത്രയും ആൾക്കാരുടെ വെറുപ്പ്, നീ വിചാരിക്കുന്ന പോലെ നിന്നെ വെച്ച് മുതലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ആൾക്കാർ നിൻ്റെ കൂടെ കൂടുന്നത്. അവർക്ക് നിന്നെ അതിന് മതി. സത്യം പറയാമല്ലോ, നിന്നെ അതിന് മതി. മറ്റാർക്കും നിന്നെ വേണ്ട. നീ 10 ദിവസം നീ നിൻ്റെ വീട്ടിലിരിക്കും, ഒരു പണിയില്ലാതെ. നിൻ്റെ അക്കൗണ്ട് 0 ആണ്. നിൻ്റെ അപ്പനോട്, നിൻ്റെ അമ്മയോട്, നിൻ്റെ ചേച്ചിയോട്, നിൻ്റെ ചേച്ചിയുടെ കെട്ടിയവനോട്, നിൻ്റെ മകനോടൊന്ന് പറ. 10 ദിവസം കയ്യിലൊന്നുമില്ല, എല്ലാം തീർന്നു പറഞ്ഞ് നീ ഇരുന്ന് 11 നിന്നെ ചൂലടിച്ചിറക്കുവരൊക്കെ. അന്നേരം അവർ നിൻ്റെ മുന്നിൽ എണ്ണാൻ തുടങ്ങും നീ ചെയ്തു കൂട്ടിയ ഓരോന്നും. കേട്ടോ? ഇതൊന്നും ആരും നിന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചതല്ലല്ലോ, നീ സ്വയം ചെന്ന് ചാടിക്കൊടുത്തതല്ലേ. നിനക്ക് കരകയറാൻ ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരെ നിന്നെ ഉപദേശിച്ച്. നിൻ്റെ ജീവിതം നാശത്തിലേക്ക് പോകാനുള്ള മെയിൻ കാരണം നിനക്ക് കൈ തന്ന് നിന്നെ സഹായിച്ച് നിന്നെ ഇങ്ങനെ പൊക്കിയെടുത്തവരെ നീ ചെപ്പടിച്ചങ്ങ് പൊട്ടിച്ചു. ആ പള്ളിയിലെ അച്ഛന് നിനക്ക് ഒരിക്കലും ശാന്തി കിട്ടില്ല. ആ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അയാൾ ചെയ്ത തെറ്റ് നിനക്ക് നിൻ്റെ കുടുംബത്തിനും സ്ഥലം തന്നു, വീട് വെച്ച് തന്ന ഫിറോസ്, അയാളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്.
തന്ന കൈക്ക് തിരിഞ്ഞു കൂത്തണ വിഷപ്പാമ്പാ നീ. അപ്പം കർമ്മഫലം അനുഭവിച്ചേ പറ്റുള്ളൂ. നിൻ്റെ നാശം തുടങ്ങി. നിൻ്റെ നാശം തുടങ്ങിയെന്ന് ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പ്രവചിച്ചോളാം. സത്യം. നിന്നെ ഞാൻ സിൽക്കുമായിട്ട് കമ്പയർ ചെയ്ത് എൻ്റെ വീഡിയോ ചെയ്തതാ. നിൻ്റെ നാശം തുടങ്ങി. നീ കാരണം തുടങ്ങാൻ ചുക്കാൻ പിടിച്ചത് നമ്മുടെ താത്തയാണ്. ഒന്നെങ്കിൽ നേരെയാവും, ഇല്ലെങ്കിൽ നീ ചെന്നും നിൻ്റെ ആ സൈറ്റിൽ ചെന്ന് തന്നെ ഒടുങ്ങുകയുള്ളൂ. പോക്കങ്ങോട്ടാ. പക്ഷേ അത് വീഡിയോ സത്യം പറഞ്ഞാൽ നിൻ്റെ ആ വീഡിയോ കണ്ടോ, ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. അപ്പം എന്തായാലും എൻ്റെ പൊന്നു മോളെ, എന്ത് പറയുമ്പോഴും അതിനൊരു ന്യായം ഉണ്ടായിരിക്കണം. കേട്ടല്ലോ? നീ ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ അതിന് എതിരായിട്ട് 10 തെളിവുകളിട്ട് ആൾക്കാർ വന്ന് നിൻ്റെ മുന്നിൽ ക്യൂ നിൽക്കും. മനസ്സിലായോ? ബിവറേജിൽ ആൾക്കാർ ക്യൂ നിൽക്കത്തില്ല മദ്യത്തിന് വേണ്ടി ക്ഷമയോടെ എന്ന് പറഞ്ഞാൽ നിന്നെ ഒട്ടിച്ച് മടക്കി പൂട്ടിക്കെട്ടാൻ തെളിവായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കും മോളെ. കാര്യമായിട്ട് പറഞ്ഞതാണ്. അതിനുള്ള വഴി വെട്ടി കോൺക്രീറ്റ് ചെയ്ത് അതിന് മുകളിൽ മെറ്റിൽ നടത്തിയിട്ട് നല്ല ടാറിങ് ചെയ്ത് കൃത്യമായിട്ട് സ്ഥലം കാണിച്ചു കൊടുത്ത് റെഡിയാക്കി കൊടുത്ത വ്യക്തി നീ തന്നെ. ആ വഴിയുടെ മുകളിൽ കൂടെ നടന്ന് വന്ന് വണ്ടി ഓടിച്ച് വന്ന ആൾക്കാർ നിന്നെ തീർക്കും. സത്യം. അപ്പം എനിക്കിപ്പോൾ ആ ഒരു പാവം പിടിച്ച കൊച്ചുണ്ടായിരുന്നു. ഇതപ്പനെ ഓർത്ത് വിഷമമുള്ളൂ. നാളെ അവൻ്റെ ഫ്യൂച്ചർ എന്തായിത്തീരും. നീ കാട്ടിക്കൂട്ടുന്ന പോലെ നാളെ ആ കൊച്ച് സ്കൂളിൽ പോകുമ്പോൾ ആ കൊച്ചിൻ്റെ കൂടെ പഠിക്കുന്നവർ ആ കൊച്ചിനോട് പറയും, നിൻ്റെ അമ്മ ബ്ലൗസൊക്കെ അഴിക്കുക, നിൻ്റെ അമ്മയുടെ അങ്ങനെ പലതും ആ കൊച്ച് പറയും. അത് കേൾക്കുമ്പോൾ ആ കുഞ്ഞ് എന്തുമാത്രം എംബാരസ്മെൻറ്റ് ഫീൽ ചെയ്യുമെന്നുള്ള കാര്യം, എംബാരസായ കൊച്ച് അത് അതിന് ഇല്ലാണ്ടായിപ്പോൾ ആ കൊച്ച്. ആ ഒരവസ്ഥയുണ്ടല്ലോ മോളെ. ഞാൻ ഒന്നും പറയുന്നില്ല. നിനക്ക് ദൈവം നല്ലൊരു വഴി വെട്ടിത്തന്നു. പക്ഷെ നീ അത് കൊണ്ടുപോയി ചാണകക്കുഴിയിലോട്ട് വഴിവെട്ടി ചാണകക്കുഴിയിലോട്ട് അങ്ങ് തെളിച്ച് അത്രയേ ഉള്ളൂ. വ്യത്യാസമൊന്നും ഇല്ലല്ലോ കൊച്ചേ. അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ നീട്ടുന്നില്ല. അപ്പം രേഷ്മ പി തങ്കച്ച, ഓൾ ദി ബെസ്റ്റ്.